എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് ആർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ചിക്കൻ പെപ്പർ റോസ്റ്റ് ആണ്. ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. അതുപോലെ ഈ ഒരു മസാലയൊക്കെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോ എന്തിന്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പെപ്പർ റോസ്റ്റ് നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ചിക്കൻ പെപ്പർ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 2 കിലോ അളവിലുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുവാണ്. ചിക്കൻ കഴുകിയെടുക്കുമ്പോൾ ആ ഒരു ചോര വെള്ളമെല്ലാം കഴുകി കളഞ്ഞതിന് ശേഷം ഇപ്പം കല്ലുപ്പും കൂടെ ചേർത്തൊന്ന് മുക്കി വെക്കുവാണെങ്കിൽ ഇതിന്റെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റിന് ആവശ്യമായ ചേരുവകൾ കൂടെ ഒന്ന് എടുത്തു വെക്കാം. ഇനി ഇതിലേക്കായിട്ട് 4 സവാളയാണ് നമുക്ക് വേണ്ടത്. വലിയ സവാളയാണെങ്കിൽ 4 എണ്ണം മതിയാകും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയത് ആയതുകൊണ്ട് 1ന് 2 വെച്ചിട്ടാണ് കേട്ടോ കൂട്ടിയിട്ടുള്ളത്. നമുക്ക് മറ്റുള്ള മസാലകൾ കൂടി എടുത്തു വെക്കാം. ഇനി വേണ്ടത് 2 ബോൾ വെളുത്തുള്ളി, ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, ഇവിടെ തന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള പച്ചമുളകിന് എരിവ് കുറവായതുകൊണ്ട് 8 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന പച്ചമുളകിന് എരിവുള്ളതാണെങ്കിൽ ഒരു 5 എണ്ണം എടുത്താൽ മതിയാകും. പിന്നെ വേണ്ടത് മസാലയ്ക്കായിട്ട് 2 കഷ്ണം കറുവപ്പട്ട ഒന്ന് ചെറുതായിട്ട് ഒടിച്ചതാണ്. ഇത് 1/4 ടീസ്പൂൺ അളവിലും പകുതിയായിട്ട് നല്ല ജീരകം, 1 തക്കോലം എടുത്തിട്ടുണ്ട്, 5 ഗ്രാമ്പു, 3 വറ്റൽമുളക്, 2 ടീസ്പൂൺ അളവില് പെരിഞ്ചീരകം, ഒരു 8 ഏലക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് കുരുമുളകാണ് കൂടുതലായിട്ട് വേണ്ടത്. 2 സ്പൂൺ അളവിൽ കുരുമുളകും എടുത്തിട്ടുണ്ട്. അതുപോലെ ഇത്രയും ചെറിയ കഷ്ണമുള്ള ഒരു ജാതിപത്രിയും കൂടി ആവശ്യമായിട്ടുണ്ട്. നമുക്ക് ഈ മസാലകളൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഇനി എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു മസാലയിലേക്ക് 2.5 സ്പൂൺ അളവില് മല്ലി കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലകള് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂട്ടിച്ചേർത്തൊന്ന് ചതച്ചുകൂടെ വെക്കണം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. മസാലകൾ പാനിലേക്ക് ചേർക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി ഒന്ന് മൊരിയിച്ചെടുക്കാം. അങ്ങനെ മസാലകള് ഇവിടെ മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചുകൂടെ വെക്കണം. ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ചുവട് കട്ടിയുള്ള ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഉരുളി ഒന്ന് ചൂടായി വരട്ടെ. ഉരുളി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഈ സവാള നല്ല മെറൂൺ കളറിലേക്ക് ആയി വരുന്നത് വരെയും ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്ന സവാള പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്ത് നല്ലോണം തന്നെ വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ഇതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും വാടിയാൽ പോരാ, നല്ല സ്വർണ്ണ നിറത്തിലേക്കൊന്ന് മുരിഞ്ഞു കിട്ടണം. അതുവരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. ഇനി വഴറ്റുന്ന സവാളയിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും ചേർത്ത് വീണ്ടും നല്ലോണം തന്നെ ഒന്ന് മുരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നല്ല ഗോൾഡൻ കളറിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കിയെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് ഒരു 2 മിനിറ്റ് നേരം വഴറ്റിയിട്ടുണ്ട്. ഒരുപാടൊന്നും മുരിയിച്ചെടുത്തിട്ടൊന്നുമില്ല. പിന്നെ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഊറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ചേർക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ ചിക്കനും ഈ ഒരു സവാളയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റാം. 2 മിനിറ്റ് നേരമെങ്കിലും ചിക്കൻ ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റണം. അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ പീസുകൾ ഒന്ന് മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. നമുക്കിതിലേക്ക് വെള്ളമൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ചിക്കനിൽ നിന്നും ധാരാളം വെള്ളമെല്ലാം ഊറി വരും. സവാള വഴറ്റിയതിലേക്ക് ഇട്ട് കൊടുത്ത് ചിക്കൻ പീസുകൾ ഒരു 2 മിനിറ്റ് നേരം വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കണം. കഷ്ണങ്ങളൊക്കെ ഒന്ന് മുരിഞ്ഞ് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇതുപോലെ പാചകം ചെയ്തെടുക്കുമ്പോൾ ഇതുപോലത്തുള്ള ഉരുളികൾ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇങ്ങനെയുള്ള പാചകം ചെയ്യുമ്പോഴാണ് കറികൾക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഈ ചിക്കൻ പീസുകൾ ഒന്ന് വെന്ത് വരാനായിട്ട് മൂടി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ 2 മിനിറ്റ് നേരം മൂടി വെച്ച ചിക്കൻ പീസുകൾ ഒന്ന് തുറന്ന് നോക്കാം. ചിക്കനില് അത്യാവശ്യം വെള്ളമെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഫുൾ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഒന്നും കൂടെ വെന്ത് വരാനായിട്ട് വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോഴും അത്യാവശ്യം വെള്ളത്തോടു കൂടി തന്നെയാണ് വെന്ത് വന്നിട്ടുള്ളത്. നമ്മൾ സവാള വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. പീസുകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ പീസിന്റെ നടുഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന്
ഒതുക്കി കൊടുക്കണം. കുറച്ച് കറിവേപ്പില നടുഭാഗത്തേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള മസാലകൾ ഈ ഒരു നടുഭാഗത്തേക്ക് വെച്ചു കൊടുക്കാം. ഈ ചിക്കൻ പീസുകൾ മസാലകളും ചിക്കനും കൂടെ ഈ ഒരു രീതിയിലൊന്ന് കൊത്തിവെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മൂടി അടച്ച് തന്നെ വെച്ചു കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഇനി വെച്ചു കൊടുക്കേണ്ടത്. വീണ്ടും ഫുൾ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം മസാലകൾ ചേർത്ത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒന്നുകൂടെ മൂടി തുറക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. മസാല നല്ലോണം പിടിച്ച് കിട്ടാനായിട്ട് നമുക്കിതുപോലെ ഒന്ന് കഷ്ണങ്ങൾ നിരത്തി വെച്ച് കൊടുക്കാം. മസാലയിൽ കിടന്ന പീസുകളൊന്ന് മുരിഞ്ഞുവായി വരട്ടെ. അതിനായിട്ട് ഇനി മൂടി തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്കിളക്കി മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് നേരം മസാലയിൽ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ വഴറ്റിയെടുത്തപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇതുപോലെയാണ് ആയി വന്നിട്ടുള്ളത്. ചിക്കൻ പീസുകളൊക്കെ നല്ലോണം തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. ഇനി കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തിരുമിയതിന് ശേഷം ഈ ഒരു റോസ്റ്റിലേക്ക് ചേർക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഇതുവരെയും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ രുചി ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.